പകൽ പരിശുദ്ധാത്മാവോട് പറയുക, മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കാൻ ഈ പകൽ നിന്നെ പരിശുദ്ധാത്മാവ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പകൽ നമ്മോട് കർത്താവ് പറയുകയാണ്. ഇവിടെ ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചു വരുമ്പോൾ ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, മെതിവണ്ടിയാക്കുന്നു. മെതിവണ്ടി, എത്ര പേര് മെതിവണ്ടി കണ്ടിട്ടുണ്ട്? ഞാൻ ഈ കാലത്തൊന്നും കണ്ട് ഇപ്പൊ കാണുന്ന ജെ.സി.ബി സംഭവത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്കൂളില് ഗ്രൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു മെതിവണ്ടി എന്ന് ഒന്ന് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് കാണുന്ന മെതിവണ്ടി. ആ മെതിവണ്ടി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ദൂരെ ഓടും, അതിന്റെ സൗണ്ട് കേട്ടാൽ ഓടും. കാരണം എന്താണെന്നറിയാം, അവിടെ ഒരു 2 ഏക്കർ സ്ഥലം കുന്ന് ആയിരുന്നത് ഇടിച്ച് നിരത്തുന്ന, അത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഇതിന്റെ ബ്ലേഡ് കൊണ്ട് ഇടിച്ച് നിരപ്പ് ലെവലാക്കി ഇങ്ങോട്ട് പോവുക. പാറയുണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്, ഇതൊന്നും ഇതിന് പ്രശ്നമല്ല. ഇവിടെ പറയുന്ന വാക്കെന്നറിയോ, നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന മണ്ഡലങ്ങളെ കണ്ടിട്ട് ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് പകൽ പറയുകയാണ്, പലയിടത്തും ദൈവത്തോട് പറയുന്നു, പലയിടത്തും പോയി മുട്ടി നോക്കിയിട്ട് കാര്യം സാധിക്കാത്തതുകൊണ്ട് ഇനി എവിടെ പോയാൽ ഈ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരും, എവിടെ ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാറ്റം വരും, ആരോടത് പറയണം, ആരോട് എന്റെ വിഷയം പറയണം, ഭാരപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഇന്ന് പകൽ പരിശുദ്ധങ്ങൾ പറയുകയാണ്, മുട്ടിയത് നിർത്ത്, ഭാരം നിർത്ത്. നിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി ഈ പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ നാവിലാണ് ജയമിരിക്കുന്നത്, നിന്റെ മേലാണ് അധികാരം ഇരിക്കുന്നത്, നിന്റെ മേലാണ് വിടുതലിന്റെ കരമിരിക്കുന്നത്. ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. നമ്മളുടെ വിശ്വാസം എന്താണെന്നറിയാമോ? കുറച്ചു നേരം നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കതിനു ശേഷം പണ്ട് ശിക്ഷ പോയി നോക്കിയതുപോലെ പോയി നോക്കും, വല്ലതും ആകാശത്ത് കാണുവാനുണ്ടോ? പല പ്രാവശ്യം പോയത് വേണ്ടി കാണാത്തവനെ കൈപ്പത്തിയോളം മേഘം കാണിച്ച് തൃപ്തിപ്പെടുത്തി പിന്നത്തേതിൽ സമൃദ്ധിയുടെ വഴികൾ തുറന്ന് ജയിപ്പിച്ച ഒരു ദൈവത്തെയാണ് ഈ പകൽ നമ്മൾ ആരാധിക്കുന്നത്. മനസ്സിലാക്കി കർത്താവ് എനിക്ക് വേണ്ടി വലിയ ചെയ്യും. എന്റെ സ്ഥിതി എന്റെ ദൈവം മാറ്റി, എന്റെ നടപ്പ് മാറ്റി, എന്റെ ഓട്ടത്തെ മാറ്റി. ഇന്ന് പകൽ ദൈവാത്മാവിനോട് ഒരു വാക്കൂടെ പറയുക, പലരും പോയിട്ട് നടക്കാത്ത കാര്യം നീ മാറി ചെന്നാൽ നടക്കും കേട്ടോ. പലതും പോയിട്ട്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പലതും പോയി ചെന്നിട്ട്, പലരും ശക്തന്മാർ പോയിട്ട്, അറിവുള്ളവർ പോയിട്ട്, കഴിവുള്ളവർ പോയിട്ട്, പണമുള്ളവർ പോയിട്ട്, സ്വാധീനമുള്ളവർ പോയിട്ട് നടക്കാത്ത കാര്യം ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ അയച്ചത് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. എത്ര പരിശുദ്ധാത്മാവിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റും? ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, പലരും ചെന്ന് മുട്ടി നോക്കി, സ്വാധീനം ഉപയോഗിച്ച് നോക്കി, പണം ഉപയോഗിച്ച് നോക്കി, കഴിവ് ഉപയോഗിച്ച് നോക്കി, ബുദ്ധി ഉപയോഗിച്ച് നോക്കി, നടന്നില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ പുതിയ പല്ലേറിയത് മൂർച്ചയുള്ളതായ മെതിവണ്ടിയാക്കിയിട്ട് ഞാൻ നിന്നെ അയച്ച് ഞാൻ ആ കാര്യം സാധിപ്പിക്കാൻ ശക്തനായ ദൈവം എന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആരാധന പറയുകയാണ്. യാക്കോബ് ചുരുണ്ടിരിക്കുന്ന യാക്കോബിനെ സ്ഥിതി മാറ്റിയ ദൈവം ഇന്ന് പകൽ സഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾ ചിലർ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, ഞാൻ കാണുന്ന കാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധനെ കാണിക്കുന്നത്, ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം ഷട്ടർ എടുക്കുക, ചെന്ന് നോക്കുന്നിടത്തെല്ലാം ഷട്ടർ, ആഗ്രഹത്തോടെ ചെല്ലുന്നത്, പ്രത്യാശയോടെ ചെല്ലുന്നത്, വിശ്വാസത്തോടെ ചെല്ലുന്നത്, പക്ഷെ എല്ലാം ഷട്ടറിന് മൂടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുക, ഞാൻ നിന്നെ പല്ലേറിയതും കടിച്ച് കീറി മാറ്റേണ്ടതിന്റെ കടിച്ച് കീറാൻ, ഇടിച്ചു മാറ്റേണ്ടത് ഇടിച്ചു കളയുവാൻ, കൈകൊണ്ട് എടുക്കേണ്ടത് കൈകൊണ്ട് എടുത്തു മാറ്റാൻ കഴിവുള്ള, ആരോഗ്യമുള്ള, ഗാംഭീര്യമുള്ള, ആധിപത്യമുള്ള നിന്നെ എന്റെ ദൈവം പറയാൻ, ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നിന്റെ യാത്ര കാണുമ്പോൾ ശത്രു ഓടി മാറും, നിന്റെ ഗമനം കാണുമ്പോൾ ശത്രു ഓടി മാറും. പലരും വന്നിട്ട് മാറാത്ത ശത്രുവിന്റെ കരം നീ നടന്നു ചെന്നാൽ മതി. ഒരു വാക്ക് പോലെ ശബ്ദിച്ചില്ലെങ്കിലും നിന്റെ മേലുള്ള അധികാരത്തിന്റെ കഴിവിന്റെ പരിമിതിയുടെ അപ്പുറം നിന്റെ മേലുള്ള ആ ആഴം ഇറങ്ങി വരുമ്പോൾ, ആത്മാവിനെ ശക്തിയാക്കുമ്പോൾ ഇവിടെ പറയുന്ന വാക്കിലാണ്, ഞാൻ നിന്നെ അയക്കുന്നത് സാധാരണ വണ്ടിയായിട്ടല്ല, മൂർച്ചയുള്ള, പല്ലേറിയ, ഒന്നുകൂടെ പറഞ്ഞാൽ അധികാരമുള്ള, ബലമുള്ള, ശക്തിയുള്ള, ജ്ഞാനമുള്ള വാഹനമാക്കി ചെല്ലുമ്പോൾ ഇതുവരെ നിന്നത് അവിടെ കാണുകയും ഇത് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ വാക്ക് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത്, സാധാരണ ഓടുന്ന പോലെ ഓടിയവരൊക്കെ ഇടിച്ച് നിന്നു പോകുമ്പോൾ, നീ ഓടി ചെല്ലുമ്പോൾ അവിടെ ഇടിച്ചു നിൽക്കുകയല്ല, തടസ്സമായതിനെ നീ ഇടിച്ചു മാറ്റി ഒരു ജയത്തിലേക്ക് നടത്തുവാൻ കർത്താവ് ഈ പകലിനോട് കൂടെ ഉള്ളത് എത്ര ദൈവമൊക്കെ വിശ്വസിക്കാൻ കഴിയും? പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല ദൈവമക്കളെ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാക്കുക. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, പലരും ഓടിയത് ശരിയാണ്, പലരും പ്രാർത്ഥിച്ചത് ശരിയാണ്, പലരും നിന്നോട് ഉപദേശം പറഞ്ഞത് ശരിയാണ്, പലരും നിന്റെ മുന്നിൽ ഓടി കാണിച്ചത് ശരിയാണ്. പക്ഷേ നീ ഈ അഭിഷേകം പ്രാപിച്ചാൽ, നീ അധികാരം പ്രാപിച്ചാൽ, നീ നടന്നു ചെല്ലുമ്പോൾ പലർക്കും കഴിയാത്തത് സാധ്യമാക്കുന്നവൻ നിന്റെ കൂടെ ഉള്ളത് ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ഒന്നുകൂടെ അങ്ങനെ പരിശുദ്ധനോട് പറയുന്ന വാക്കിതാണ്,
കൊണ്ടാണ് പലരും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, പലരും ചെന്ന് ഉപദേശിച്ച് നടക്കാത്തത്, പലരും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്തത്, പലരും പറഞ്ഞിട്ട് ഗുണം പിടിക്കാത്തത്. നീ നടന്നു ചെല്ലുമ്പോൾ ആ ആധിപത്യത്തെ ഇടിച്ചു കളയുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്ന് ഒരു ജയത്തിലേക്ക് ഈ പകൽ സഭയെ നടത്താൻ ദൈവത്തിന് പദ്ധതിയോടും ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ആലോചന പറയുകയാണ്. ഞാൻ വളരെ വേഗം മുന്നോട്ട് പോകട്ടെ. തടസ്സമായി ഇവിടെ നിൽക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും, കുന്നുകളെ പതിർ പോലെയാകും. പർവ്വത സമാനമായ വിഷയങ്ങളാണ് യാക്കോബിന്റെ മുമ്പിൽ നിൽക്കുന്നത്. കുറച്ചുകൂടെ താല്പര്യം പറയാം, കുന്നുകളും അവന്റെ മുമ്പിലുണ്ട്, പർവ്വതങ്ങളുമുണ്ട്. അളക്കാൻ പറ്റാത്ത പ്രതിസന്ധികളാണ്. കാഴ്ചയിൽ ചെറുതെന്ന് തോന്നിയാലും അളക്കാൻ പറ്റാത്ത പരിമിതിയില്ലാത്ത പ്രതിസന്ധി മാത്രം യാക്കോബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യാക്കോബിനെ നോക്കിയിട്ട് തമ്പുരാന്റെ യാക്കോബ് പറയാണ്, നീ അതിനെ പൊടിക്കും. പൊടിക്കേണ്ടത് പൊടിക്കും. ഇവിടെ പറയണ്ടോ, നീ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതുപോലെയാക്കുകയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞാൽ, പർവ്വതങ്ങളെ അവൻ മെതിച്ചു പൊടിക്കുമ്പോൾ കുന്നുകളെ പതുപോലെ എടുത്തു കളയുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷത്തോടെ വിശ്വസിക്കാൻ കഴിയും, ആഴത്തിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയും? നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന പ്രതിസന്ധികൾ കൊണ്ട് ആര് സഹായിക്കുന്നല്ല ചിന്തിക്കേണ്ടത്, ആരെടുത്ത് മാറ്റുന്നില്ല. നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുക, നിന്നെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുക. ആരാ? ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം, വീണ്ടെടുപ്പുകാരൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ച് കാൽപാദം വെച്ച് കഴിയുമ്പോൾ മാറാത്തതില്ല, മാറാൻ പോവുകയാണ്. ഇതുവരെ നിന്നോട് ബലം പിടിച്ചു പലതും ഈ കാര്യം ഗ്രഹിച്ച് ചിന്തിച്ച് സ്വന്തം ചെയ്തിട്ട് നീ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ മാറാത്തത് മാറും. എടുത്തു മാറ്റുകയല്ല, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയാൽ പൊടിയേണ്ടത് പൊടിയും, പതിർ പോലെയാകേണ്ടത് പതിർ പോലെയാകും. ചില അധികാര മേഖലയൊക്കെ ചെന്നിട്ട് നമുക്കവിടെ ഒന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയകാര്യ മേഖലയിൽ ചെന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റും, ഓഫീസ് മേഖലയിൽ ചെന്നിട്ടൊന്നും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധത പറയുക, ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ടെങ്കിൽ ചെല്ല്, നിനക്ക് വേണ്ടത് അവിടെ ചെയ്തു തരും. നീ പോയി പറഞ്ഞത് ഒന്നും സാധിക്കാതെ വരുമ്പോൾ, ഞാനിവിടെ കാണുന്ന പലരുടെയും വാക്ക്, ഈ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താ, ചേമ്പിന്റെ ഇടയിൽ വെള്ളം ഒഴിക്കുന്നില്ല. പലരും പറയും അത് ഒഴിക്കും, പ്രയോജനമില്ല. പക്ഷെ ദൈവം എന്നോട് പറയുകയാണ്, ഈ അഭിഷേകം ഒന്ന് വിശ്വസിച്ച് പ്രാപിക്കാവോ? പ്രാപിച്ചിട്ട് നീ നടന്നു ചെല്ലുമ്പോൾ ചേമ്പിന്റെ ഇടയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയല്ല, നീ പറഞ്ഞത് സംഭവിക്കും, നീ പറഞ്ഞത് നടക്കും, നീ ചെയ്യാൻ പോകുന്ന കാര്യം സാധിക്കും. കാരണം നീ എല്ലാം സാധിപ്പിക്കുന്നത് നിന്നോട് കൂടെ ഒരുവനുണ്ട്. ഞാൻ നിന്നെ ആക്കുമെന്ന് ദൈവം പറഞ്ഞത്. ദൈവം നമ്മെ ആക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച് നടന്നു ചെല്ലുമ്പോൾ അസാധ്യതയെ കണ്ട് ഭയപ്പെട്ട് വാഹനം തിരിക്കുകയല്ല, നേരെ ചെല്ലുമ്പോൾ വഴി തുറക്കും. ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇടവും വലവും എല്ലാ ദിവസവും പറയുന്ന കാര്യം, ഇടവും പകലും ആ കയറിൽ പറ്റാൻ കഴിയാത്ത പർവ്വതങ്ങളാണ്. പിന്നിൽ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നോക്കിയപ്പോൾ കൂലം കുത്തി ഒഴുകുന്ന ചെങ്കടല്, അസാധ്യതകളെ മാത്രം കണ്ടപ്പോൾ പിറുപിറുത്ത നിലത്തിന്റെ മധ്യത്തിൽ അധികാരത്തിന്റെ ചെങ്കോലുകൾ കൈ നീട്ടിയപ്പോൾ വഴിമാറി ലോകത്തിന്റെ നദികളും പുഴകളും അധികാരങ്ങളും ബലങ്ങളെല്ലാം വഴിമാറിയെങ്കിൽ ഇതുപോലെ യാക്കോബിനോട് തമ്പുരാൻ പറയുകയാണ്, നീ അധികാരത്തോടെ നിന്നെ ഞാൻ അയക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? മുട്ടി മുട്ടി മടുത്ത്, പറഞ്ഞു മടുത്ത്, കുടുംബ ജീവിതത്തിന്റെ ചില മേഖലകളിൽ പലതും പറഞ്ഞു നോക്കി, പലതും ഉപദേശിച്ചു നോക്കി, പലതും ചെയ്തു നോക്കി. കുടംബര ഹക്ഷസ്ഥിനി ഇടകൽക്കലാതന ദൈവാത്മാവോട് പറയുന്നു, പലയിടത്തും പോയി പറഞ്ഞിട്ട് സാധിക്കാത്തത് ഇന്ന് പകൽ നീ വിശ്വസിച്ച് ഏറ്റെടുത്ത് പറ, ഞാൻ നിന്നെ, എന്റെ ദൈവം പറയും, ഞാൻ നിന്നെ പല്ലേറിയത് മൂർച്ചയുള്ള മെതിവണ്ടിയാക്കിയത്. പുതിയത് പല്ലേറിയത് മൂർച്ചയുള്ളത്. പഴയ വാഹനത്തിനൊന്നും പല്ല് വെപ്പിച്ച കാര്യം നടക്കത്തില്ല.